ഡോക്ടർ വി ശിവദാസൻ, CPM-ഉം 2-ൽ നിന്ന് 1-ആയി ചുരുങ്ങി, CPI-ML-ഉം 12-ൽ നിന്നും ചുരുങ്ങി. അപ്പോൾ ഇടത് കോട്ടകളിലും വിള്ളൽ വീണിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ എങ്ങനെയാണ് CPM വിലയിരുത്തുന്നത്? കോൺഗ്രസ് പറയുന്ന, RJD പറയുന്ന SIR എന്ന ഒരു വിഷയം അതൊരു പ്രധാനപ്പെട്ട കാര്യമായി മാറിയെന്ന് സംശയിക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബീഹാർ ജനതയും തമ്മിലുള്ള പോരാട്ടം എന്നാണ് അതിനെ കോൺഗ്രസ് വിശേഷിപ്പിച്ചത്. അതിനോട് യോജിക്കുന്നുണ്ടോ CPM? ബീഹാറിലെ വോട്ടർമാരിൽ നല്ലൊരു പങ്കിന് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ബീഹാറിനെ എന്ത് വില കൊടുത്തും വരുതിയിലാക്കുക എന്നുള്ളത് നരേന്ദ്രമോദിയുടെയും നിതീഷ് കുമാറിൻ്റെയും ആ മുന്നണി NDA പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി RSSൻ്റെ 10,000-കണക്കായിട്ടുള്ള വളണ്ടിയർമാർ RSSൻ്റെ ചിലവിൽ അവർ നൽകിയ പണത്തിൽ അവിടെ തമ്പടിക്കുകയും തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെല്ലാം BJPയെ വിജയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതിൽ ആഴമേറിയ ഗവേഷണം നടത്തി പ്രവർത്തനങ്ങൾ അവർ സംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ എല്ലാ ഭരണ സംവിധാനങ്ങളെയും BJPയും BJPയുടെ സഖ്യകക്ഷികളും ഉപയോഗപ്പെടുത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ അവരുടെ വരുതിയിലായിരുന്നു. BJP ഭരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ, കോഡ് ഓഫ് കോണ്ടക്ട് എല്ലാം ലംഘിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ, ഇടപെടലുകൾ നടത്തിയപ്പോൾ യാതൊരു നിലയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനൊപ്പം നാം കാണേണ്ടുന്ന വിശ്വാസം, നിതീഷ് കുമാറും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാവും. നേരത്തെ നിതീഷ് കുമാർ നരേന്ദ്രമോദിയെ ബീഹാറിൽ പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ലെന്നും നരേന്ദ്രമോദി ഗുജറാത്തിലെ വംശഹത്യയുടെ ഏറ്റവും വലിയ ബിംബമാണ് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ ആക്ഷേപിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ് നിതീഷ് കുമാർ. അദ്ദേഹത്തോടൊപ്പം സ്റ്റേജ് പങ്കിടില്ലെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നിതീഷ് കുമാർ. ഈ നിതീഷ് കുമാർ വൈരുദ്ധ്യങ്ങളുടെ വലിയൊരു തുകയാണ്. ആ നിതീഷ് കുമാറിനെ പല നിലയിൽ അധികാരം ഉപയോഗിച്ച് മറ്റു പല നിലയിൽ സ്വാധീനം ചെലുത്തിയാണ് NDAയുടെ ഭാഗമാക്കിയിട്ട് നരേന്ദ്രമോദി മാറ്റിത്തീർത്തിട്ടുള്ളത്. ആ നരേന്ദ്രമോദിയുടെ ഈ നിലയിലുള്ള ഭരണത്തെ, അധികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കീഴ്പ്പെടുത്തൽ, അത് വലിയ നിലയിൽ ബീഹാറിലെ രാഷ്ട്രീയത്തിൽ ഒരു BJPക്ക് അനുകൂലമായിട്ടുള്ള ജനവിധി രൂപപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. മറ്റൊന്ന്, ഒരുപാട് വോട്ടർമാർ പുറത്താക്കപ്പെട്ടു, പുറന്തള്ളപ്പെട്ടു എന്ന് പറയുമ്പോൾ SIR-ന് വിരുദ്ധമായൊരു നിലപാട് CPM-നുണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയില്ല. ഒരുപാട് ആളുകൾക്ക് വോട്ട് നിഷേധിക്കപ്പെടുകയും അതിനൊപ്പം തന്നെ BJPയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള, അവർ ഒരുക്കി കൊടുത്തിട്ടുള്ള ട്രെയിൻ, അവരൊരുക്കി കൊടുത്തിട്ടുള്ള മറ്റ് സംവിധാനങ്ങൾ, ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ സംവിധാനത്തിലൂടെ അവർക്ക് പല നിലയിൽ ആളുകളെ വോട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. SIR-നെ കുറിച്ച് നമുക്കെല്ലാം വ്യക്തമായിട്ടുള്ള, സുവ്യക്തമായിട്ടുള്ള നിലപാടുള്ളത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇനി മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP അവരുടെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് OIC-യെയാണ്. എന്നുവെച്ചാൽ ഇന്ത്യയിലെ മുസ്ലിം വർഗീയതയുടെ, ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നായിട്ടാണ് ഇപ്പോൾ OIC ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്നത്. മതനിരപേക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കാനും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മതനിരപേക്ഷ കക്ഷികൾക്ക് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി BJP സ്പോൺസേഡ് വർഗീയ പ്രചാരകനാണ് OIC. ആ OIC-യെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP RSS വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയുണ്ടായി. OIC-ക്ക് കൊടുക്കുന്ന സംരക്ഷണം, OIC-ക്ക് കൊടുക്കുന്ന പിന്തുണ, OIC-യുടെ മറ്റ് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമം, ഇതൊക്കെ നാം കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് OIC-യെ BJPയെ ജയിപ്പിക്കുന്നതിനുള്ള ഒരു ടൂളായി RSS-ഉം BJPയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. OIC നടത്തിയ പ്രസംഗങ്ങൾ, OIC-യുടെ സ്ഥാനാർത്ഥികൾ, അവർ മതനിരപേക്ഷ കക്ഷികളെ ദുർബലപ്പെടുത്താനും മതനിരപേക്ഷ കക്ഷികൾക്ക് വോട്ട് ചെയ്യേണ്ടുന്ന ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള വലിയൊരു ജനവിഭാഗത്തെ അതിൽ നിന്ന് അടർത്തി മാറ്റി BJPക്ക് വഴിയൊരുക്കി കൊടുക്കുന്നതിനുള്ള ശ്രമം OIC-യുടെ നേതൃത്വം നടന്നു എന്നുള്ളതാണ് മറ്റൊന്ന്. ഇനി മൂന്നാമതായിട്ട് നാം ബീഹാർ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ കാണേണ്ടുന്ന ഒരു കാര്യം, 2010 തെരഞ്ഞെടുപ്പിൽ RJD നമ്മുടെ തേജസ്വി യാദവിൻ്റെ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വോട്ട്, ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വോട്ടും സീറ്റും എന്നുള്ളത് കേവലം 22 സീറ്റും വോട്ടിംഗ് ശതമാനം എന്നുള്ളത് അവർക്ക് ഇന്ന് കിട്ടിയതിനേക്കാൾ വളരെയേറെ കുറവുമായിരുന്നു. എന്നാൽ 2010 നിന്ന്
തുടർന്ന് വന്ന വർഷങ്ങളിൽ വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നാം പിന്നീട് കാണുകയുണ്ടായി. ഇപ്പോൾ 2025 തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ച് തേജസ്വി യാദവിൻ്റെ പാർട്ടി അത് ബീഹാറിൽ ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം നേടിയിട്ടുള്ള പാർട്ടികളിൽ ഒന്നായി നിൽക്കുകയാണ്. നേരത്തെ വന്നിട്ടുള്ള കണക്കിൽ 22.81%. അതുപോലെ അതെ, അവർക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ള വോട്ടിംഗ് ശതമാനത്തെക്കാളും അതുപോലെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് ശതമാനത്തെക്കാളും ഉയർന്ന വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ചെയ്യണം. അപ്പോൾ വോട്ടിൻ്റെ ശതമാനത്തിൽ ഒരു പിടിച്ചു നിൽക്കൽ ഉണ്ടായി എന്നുള്ളത് കൂടിയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. എന്നാൽ സീറ്റിലുണ്ടായിട്ടുള്ള വലിയ നിലയിലുള്ള പിറകോട്ട് പോക്ക്, മതനിരപേക്ഷ കക്ഷികൾക്ക് ആകെ ഉണ്ടായിട്ടുള്ള പിറകോട്ട് പോക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നത് കൂടിയാണ് എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ കാണേണ്ടുന്ന കാര്യം. ഇതിലൊന്ന്, അവിടെ ലാലു പ്രസാദ് യാദവിൻ്റെ പിൻഗാമിയായി ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള തേജസ്വി യാദവിൻ്റെ പാർട്ടിയും ഈ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാവരും അവിടെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.